ഇന്നത്തെ കാലത്ത് മാനസിക സംഘർഷം അനുഭവിക്കാത്ത ആരും തന്നെ ഉണ്ടാവാൻ വഴിയില്ല. അത് സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിലും ശരി, കോളേജിൽ പഠിക്കുന്നവരാണെങ്കിലും ജോലി ചെയ്ത് തുടങ്ങിയവരാണെങ്കിലും ഒക്കെ തന്നെ നമ്മൾ ആരോട് ചോദിച്ചാലും അവർക്കെല്ലാം പറയാനുള്ളത് മാനസിക സമ്മർദ്ദത്തെക്കുറിച്ചും അതുപോലെ തന്നെ മാനസികമായ പ്രയാസങ്ങളെക്കുറിച്ചും വിഷമങ്ങളെക്കുറിച്ചും ഒക്കെയാണ്. ഈ മാനസിക സമ്മർദ്ദങ്ങൾ, വിഷമങ്ങൾ ഇതിനെയൊക്കെ ചെറുതായിട്ടൊന്ന് ലഘൂകരിക്കാൻ കഴിയുന്ന, എന്നാൽ നമുക്ക് എല്ലാവർക്കും വളരെയധികം എളുപ്പത്തിൽ പ്രാക്ടീസ് ചെയ്യാനും കഴിയുന്ന ഒരു ടെക്നിക്കാണ് സൈക്കോളജിയിൽ ജേർണലിംഗ് എന്ന പേരിൽ പറയപ്പെടുന്ന ഒരു ടെക്നിക്ക്. ഈ ജേർണലിംഗ് എന്ന് പറയുന്നത് പേര് പോലെ തന്നെ നമ്മളൊരു ജേർണൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ജേർണലിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ആകാം. നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരു ചെറിയ നോട്ട് പാഡ് നിങ്ങളുടെ ജേർണലായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ജേർണലിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം. അതല്ല എങ്കിൽ ഒരു 100 പേജുള്ള നോട്ട്ബുക്ക് വാങ്ങി അത് ഉപയോഗിക്കാം. അതല്ല മൊബൈലിൽ വാട്സപ്പിൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ മൊബൈലിൽ തന്നെ നോട്ട്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് നോട്ട്സ് ആയിട്ട് ഉപയോഗിക്കാം, ജേർണൽ ആയിട്ട് ഉപയോഗിക്കാം. ജേർണൽ എന്ന് കേൾക്കുമ്പോൾ അത് വളരെ ടെക്നിക്കലായിട്ടുള്ള ഒരു ടേം ആണെങ്കിലും ജേർണലിംഗ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. അതോടൊപ്പം തന്നെ ഇത് വളരെയധികം പവർഫുള്ളുമാണ്. സിമ്പിളാണ് എന്ന് പറയാൻ കാരണം, ഈ ജേർണലിംഗ് എന്ന് പറയുന്നത് ഇതിന് ജേർണലിംഗ് ചെയ്യാൻ വേണ്ട ചേരുവകൾ എന്ന് പറയുന്നത് ഒരു പേനയോ പെൻസിലോ, അതിൻ്റെ കൂട്ടത്തിൽ എഴുതാനായി ഒരു പേപ്പറോ ബുക്കോ നോട്ട് പാഡോ, നേരത്തെ പറഞ്ഞ പോലെ ഡിജിറ്റലായിട്ടുള്ള ഏതെങ്കിലും ഒരു ടൂൾ കിറ്റോ ആണ് നമുക്ക് വേണ്ടി വരുന്നത്. അത്രയും സിമ്പിളാണ്. ഇനി രണ്ടാമത് ചെയ്യേണ്ടത്, നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയാണോ തോന്നുന്നത് അതിന് യാതൊരുവിധ എഡിറ്റും ചെയ്യാതെ അതിനെ അതേപടി നിങ്ങളുടേതായ ഭാഷയിൽ എഴുതുക എന്നുള്ളതാണ് ജേർണലിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എഴുതുക എന്ന് പറയുമ്പോൾ വീണ്ടും നിങ്ങളതിനെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ആലോചിക്കുകയേ വേണ്ട. വെറുതെ ഒരു പേപ്പർ ഇട്ട് ബുള്ളറ്റ് പോയിൻറ്റ്സ് ആയിട്ട് നിങ്ങൾ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ എഴുതാം. അതല്ല, നിങ്ങൾക്ക് സെൻറ്റൻസായി എഴുതാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിന് കഴിയുമെങ്കിൽ സെൻറ്റൻസുകളായി തന്നെ എഴുതാം. എന്ത് എഴുതണം എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അത് മുഴുവനും നിങ്ങൾക്ക് എഴുതാം. എപ്പോൾ എഴുതണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ സാധാരണ പ്രാക്ടീസ് ചെയ്യാറുള്ളത് രാത്രി ഉറങ്ങുന്നതിന് മുമ്പാണ് ചെയ്യുന്നത്. അന്നേ ദിവസം രാവിലെ എഴുന്നേറ്റത് മുതൽ എനിക്ക് ഓർമ്മയുള്ള, എൻ്റെ മനസ്സിൽ മറക്കാതെ അന്നത്തെ ദിവസം ഏറ്റവും വളരെ നല്ല ഓർമ്മയോടുകൂടി നിൽക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ആദ്യം എഴുതി തുടങ്ങുന്ന സമയത്ത് പല പല കാര്യങ്ങളും മനസ്സിൽ ഓർക്കാതെ കുറച്ച് പുറകിലോട്ട് ഓർമ്മയിൽ നിൽക്കുന്ന കാര്യങ്ങൾ വരെ മനസ്സിൽ വരും. അതെല്ലാം തന്നെ എഴുതി വെക്കാറാണ് പതിവ്. ഇത് ഒരുപക്ഷെ ഞാൻ രാവിലെ എഴുന്നേറ്റ സമയത്ത് എൻ്റെ ഇന്നത്തെ മൂഡ് വളരെ ഹാപ്പി ആയിരുന്നു. എനിക്ക് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ വളരെ നല്ല എനർജി ആയിരുന്നു. നന്നായിട്ട് ഇന്നലെ രാത്രി ഉറങ്ങാൻ പറ്റി. ഇന്നലെ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഇന്ന കാര്യമാണ് ആലോചിച്ചുകൊണ്ട് കിടന്നത്. രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് എനിക്ക് എഴുന്നേക്കാൻ പറ്റി. ഞാൻ എൻ്റെ ജേർണലിംഗ് തുടങ്ങുന്നത് ഒരുപക്ഷെ ഇങ്ങനെയായിരിക്കും. അത് കഴിഞ്ഞ് എനിക്ക് രാവിലെ എക്സസൈസ് ചെയ്യാൻ പറ്റി. ഞാൻ കുറച്ചും കൂടെ ഫ്രഷായി. പക്ഷേ ആ എക്സസൈസ് ചെയ്യാനായിട്ട് പോയ സമയത്ത് പരിചയമുള്ള ഒരാൾ എന്നെ കണ്ടു. പക്ഷേ അയാൾ എന്നെ നോക്കി ചിരിച്ചില്ല. ഇതെനിക്ക് ഭയങ്കര പ്രയാസമായി. അപ്പോൾ ഞാനത് ജേർണലിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇത് മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം ജോലിക്ക് പോകുന്നു. ജോലിക്ക് ഇടയിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ എഴുതുന്നു. ആൾക്കാരുമായി സംസാരിക്കുന്നു, ഇടപെടുന്നു. അപ്പോൾ ഇതിനകത്ത് വരുന്ന സകലമാന കാര്യങ്ങളും, എനിക്കുണ്ടായ ഫീലിങ്സും, അതുപോലെ തന്നെ എൻ്റെ മനസ്സിൽ വരുന്ന ചിന്തകൾ. ഇന്ന് എനിക്ക് എന്നെപ്പറ്റി നല്ല ചിന്തയാണ് ഉണ്ടായിരുന്നത്. വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ എന്നെപ്പറ്റി ചിന്തിക്കുന്നത്. പക്ഷേ ചൊവ്വാഴ്ച രാവിലെ ഞാൻ എഴുതുന്ന ജേർണലിങ്ങിനകത്ത് ഇന്ന് എനിക്ക് എന്നെപ്പറ്റി അത്ര നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഇമേജ് അല്ല തോന്നുന്നത്. ഞാൻ അത്ര ഒരു ഇഫക്റ്റീവായിട്ടുള്ളൊരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് തോന്നുന്നില്ല. ഞാനത് ജേർണലിങ്ങിൽ മാർക്ക് ചെയ്യുന്നു. നിങ്ങൾ ഇത് സ്ഥിരമായി ചെയ്യുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഞാൻ സ്ഥിരമായി ചെയ്യുമ്പോൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏകദേശം 1 മാസം നിരന്തരം നിങ്ങൾ 1-ാം തീയതി മുതൽ, ലെറ്റ്സ് സേ ഇന്നിപ്പോൾ സെപ്റ്റംബർ 25, ഒക്ടോബർ 25 വരെ ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്ത് 1 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ജേർണലിംഗ് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ തന്നെ ചിന്തകളുടെ ഒരു ട്രെൻഡ് മനസ്സിലാക്കാൻ സാധിക്കും. ഉദാഹരണത്തിന്, നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതൊരു പക്ഷേ ജേർണലിംഗ് ചെയ്യാതെ തന്നെ ഇതൊക്കെ മനസ്സിലാക്കിക്കൂടെ എന്ന് നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും. നമ്മൾ ജേർണലിംഗ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ തോട്ട് പ്രോസസ്സിനെ നമ്മളൊരു പേപ്പറിലാക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ചിന്തിക്കുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളെപ്പറ്റി വ്യക്തത വരും. അതുകൊണ്ടാണ് ഈ ജേർണലിംഗ് എന്ന് പറയുന്നത് നമ്മളെ ഒരുപാട് സഹായിക്കും എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് തന്നെ നമ്മൾ ഒരുപക്ഷെ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ടെൻഷനോ പ്രയാസമോ എന്തെങ്കിലുമൊക്കെ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ തന്നെ ഈ ജേർണലിംഗ് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് സ്ട്രെസ്സ് തരുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ ആങ്ഷ്യസ് ആകുന്നത്, എന്താണ് ഇതിൻ്റെ റൂട്ട് കോസ് എന്നുള്ളതിൻ്റെ ഒരു പാറ്റേൺ നമുക്ക് നിരന്തരം ജേർണലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ നല്ലൊരു ക്ലാരിറ്റി വരും. ഈ ക്ലാരിറ്റി വരുന്ന സമയത്ത് നമുക്ക് തന്നെ പിന്നീട് തിരിച്ചറിയാൻ സാധിക്കും, എനിക്കിഷ്ടമില്ലാത്ത സാധനം ഇതാണ്, അല്ലെങ്കിൽ അയാൾ എന്നെ നോക്കി ചിരിച്ചില്ല, അത് എൻ്റെ പ്രശ്നം കൊണ്ടല്ല ചിരിക്കാത്തത്. കാരണം അയാൾ എന്നെ നോക്കി ചിരിക്കാത്തത്
അയാൾക്ക് എന്നോടെന്തോ പ്രശ്നമുണ്ട് എന്ന് സ്വയം ആലോചിച്ചത് കൊണ്ടാണ് എന്ന് നമുക്ക് പിൽക്കാലത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള പ്രൂഫായിട്ട് ഈ പറയുന്ന ജേർണലിംഗ് എന്ന് പറയുന്നത് ഉപകരിക്കും. മാത്രവുമല്ല, നമ്മളിത് ജേർണലിംഗ് ചെയ്തു കഴിഞ്ഞാലുള്ള മറ്റൊരു ഗുണവശം എന്ന് പറയുന്നത് നമ്മളെ വട്ടം കറക്കുന്ന, നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന കുറേ പ്രയാസമേറിയ ചിന്തകളുമൊക്കെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം നല്ല രീതിയിൽ നമ്മുടെ പ്രയാസത്തിനൊരു ശമനം കിട്ടും. അപ്പോൾ ഈ ജേർണലിംഗ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിന് പ്രത്യേകിച്ച് യാതൊരുവിധ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഇതിന് ഒരു എക്സ്പേർട്ട് പാനലിൻ്റെ അനുവാദമോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു തെറാപ്പിസ്റ്റിനെ പോയി കണ്ടതിന് ശേഷം ഇതെങ്ങനെ ചെയ്യണം, ഇതിനെന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാകുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട സാഹചര്യമില്ല. ആർക്കും ഒരു പേനയും അല്ലെങ്കിൽ ഒരു പെൻസിലും ഒരു നോട്ട് പാഡും, ഈവൻ നോട്ട് പാഡ് ഇല്ല എങ്കിൽ നിങ്ങൾക്കൊരു മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ വാട്സപ്പിൽ സ്വയം തന്നെ നിങ്ങൾക്ക് വോയിസ് നോട്ടായിട്ട് ജേർണലിംഗ് ചെയ്യാം. ജേർണലിംഗ് നിങ്ങൾ എഴുതാൻ താല്പര്യമില്ലാത്തവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും അത് സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ ജേർണലിംഗ് ചെയ്യാൻ സാധിക്കും. അതല്ല, ചിലർക്ക് വീഡിയോ എടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് സ്ഥിരം വീഡിയോ ജേർണലിംഗ് ചെയ്യാൻ സാധിക്കും. പക്ഷേ എഴുതുന്നതിനോളം അതൊക്കെ വീഡിയോയും ഓഡിയോ നോട്ടായിട്ട് ഇടുന്നതൊക്കെ ഇഫക്റ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്നത് എഴുതുക എന്ന് പറയുന്നത് തന്നെയാണ്. കാരണം എഴുതുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നേരിട്ട് ആ ഒരു ടാക്റ്റൈൽ ഫീൽ കൂടുതൽ കിട്ടുന്നത് ജേർണലിംഗ് എഴുതി പ്രൊസീഡ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ജേർണലിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഇന്നു മുതൽ പരീക്ഷിച്ച് നോക്കുക. പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം അതിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ മാറ്റം ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യുക. മീൻവൈൽ നിങ്ങൾക്ക് നിരന്തരമായി നിങ്ങളുടെ പ്രശ്നങ്ങൾ, മാനസികമായി അലട്ടുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ഇതുവരെ ജേർണലിംഗ് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടോ? പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അനുഭവം എന്താണ്? പ്ലീസ് ഡു കമൻറ്റ്. ഈ ഒരു വീഡിയോ നിങ്ങളുടെ മാനസിക സമ്മർദ്ദത്തെയും അതുപോലെ തന്നെ മാനസികമായ പ്രയാസങ്ങളെയും ഒക്കെ ലഘൂകരിക്കാൻ ചെറിയ രീതിയിൽ സഹായിക്കും എന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്ത ബുധനാഴ്ച കാണാം.